ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി സ്പോട്ട് അഡ്മിഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റർ അവർ പറയും. ആ ഒരു സെൻറ്ററിൽ പറയുന്ന ഡേറ്റിൽ നിങ്ങൾ ചെല്ലണം. ശേഷം ഇൻഡെക്സിൻ്റെ ബേസിൽ നിങ്ങളെ അവർ വിളിക്കും. ശേഷം നിങ്ങൾക്ക് അവിടെ ഇഷ്ടമുള്ള കോളേജ് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് പറയുമ്പോൾ ആ ഒരു കോളേജിൽ സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ഒരു കോളേജ് അവർ അലോട്ട് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ SC/ST സ്പോട്ട് അഡ്മിഷനാണ് ആദ്യം നടക്കുന്നത്. ഓഗസ്റ്റ് 7-8 തീയതികളിലാണ് നടക്കുന്നത്. അപ്പം ഓഗസ്റ്റ് 7-ാം തീയതി കൊല്ലം ആലപ്പുഴ മേഖലയിലാണ് SN കോളേജ് കൊല്ലത്ത് വെച്ചാണ് നടക്കുന്നത്. തിരുവനന്തപുരം മേഖലയിലെ ഓഗസ്റ്റ് 8-ാം തീയതിയാണ് ഗോൾഡൻ ജൂബിലി ഹാൾ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാര്യവട്ടം. അതാണ് സെൻറ്റർ. ഓക്കെ, അപ്പോൾ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് സഹിതം മുകളിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്ററുകളിൽ രാവിലെ 10 മണിക്ക് മുൻപായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ സമയം 8:30 മുതൽ 10 മണി വരെയാണ്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ സമയത്തിന് മുൻപായിട്ട് നിങ്ങൾ എത്തിച്ചേരുക. ഈ സമയം കഴിഞ്ഞു വരുന്നവരെ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അലോട്ട്മെന്റ് സെന്ററുകളിൽ വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. ഇനി ഏതെങ്കിലും കാരണത്താൽ വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ഹാജരാവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷകർത്താവിനെ അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ രക്ഷകർത്താവിനെയാണ് അയക്കുന്നതെങ്കിൽ അവരുടെ കയ്യിലൊരു ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ കൊടുത്തയക്കണം. നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല, പകരം നിങ്ങളുടെ രക്ഷകർത്താവാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേരെഴുതി സൈൻ ചെയ്ത ഒരു ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ കൊടുത്തയക്കണം. നിലവിൽ കോളേജുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെന്റിൽ പ്രവേശനം ഉറപ്പായാൽ മാത്രമേ TC വാങ്ങാൻ പാടുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോളേജുകളിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. പക്ഷേ സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾ പങ്കെടുത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ലഭിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്ന് TC വാങ്ങാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കാൻ വരുന്ന കുട്ടികളുടെ കയ്യിൽ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ SC/ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു പ്രാവശ്യം നിങ്ങൾക്കൊരു കോളേജ് അലോട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിന് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇനി ഇതുവരെയായിട്ടും യൂണിവേഴ്സിറ്റി ഫീ ഒന്നും അടയ്ക്കാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിച്ചാൽ നിങ്ങൾ അപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടി വരും. അപ്പോൾ SC/ST വിഭാഗത്തിന് 1390 രൂപയാണ് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ സ്പോട്ട് അഡ്മിഷന് പോകുന്ന സമയത്ത് ആ ഒരു പൈസയും കൂടെ നിങ്ങൾ കരുതേണ്ടതാണ്. ഇനി ഓൾറെഡി യൂണിവേഴ്സിറ്റി ഫീ അടച്ചവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി കയ്യിൽ കരുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു SC/STയുടെ സ്പോട്ട് അഡ്മിഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ജനറൽ വിഭാഗത്തിൻ്റെ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും. അവിടെയും ഈ സെയിം പ്രൊസീജിയേഴ്സ് തന്നെയാണ് വരുന്നത്. ഡേറ്റിൽ മാത്രമേ വ്യത്യാസം വരാൻ ചാൻസ് ഉള്ളൂ. സെൻറ്ററുകൾ ഇതൊക്കെ തന്നെ വരാനാണ് സാധ്യത. പിന്നെ പറഞ്ഞ പോലെ ഡേറ്റിൽ മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇപ്പോൾ പല കുട്ടികളും ഇപ്പം നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഇഷ്ടപ്പെട്ടിട്ടെടുത്താവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാം. പിന്നീട് നിങ്ങളുടെ വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പം ഓരോ കോളേജുകളിലും എത്ര വേക്കൻസീസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ, ഇപ്പോൾ പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡെക്സിൻ്റെ ബേസിലായിരിക്കും നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അവിടെ അവർ അലോട്ട് ചെയ്ത് തരും കോളേജ്. ഓക്കെ, അതല്ല നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മാറാനാണെങ്കിൽ അതും നിങ്ങളവിടെ ആ ഒരു വേക്കൻസി ലിസ്റ്റിൽ നോക്കുക. ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ തരും. ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ഏത് ഡേറ്റിലാണ് കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടതെന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ നിങ്ങൾ ട്യൂഷൻ ഫീസൊക്കെ കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ സ്പോട്ട് അഡ്മിഷന് പോകുന്ന സമയത്ത് നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ അഡ്മിഷൻ ഫീ, അതായത് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാത്തവരുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ ആണ്, യൂണിവേഴ്സിറ്റി അടച്ചവരാണെങ്കിൽ റെസിപ്റ്റ് ആണ്, പിന്നെ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റുകളാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പോൾ സ്പോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.